ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളുടെ സബ്ജക്റ്റ് സെറ്റാണ്. എ സെറ്റ് ഈസ് എ കളക്ഷൻ, അസംബ്ലേജ്, എ ഗ്രൂപ്പ് ഓർ എ ക്ലാസ് ഓഫ് ഡെഫിനിറ്റ് ആൻഡ് വെൽ ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ്. സെറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആണ്. എ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഈച്ച് ഓഫ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് പ്രോപ്പർട്ടീസ് എ പി. കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ സെറ്റ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് പ്രോപ്പർട്ടി. അതിനൊരു ഡെഫിനിറ്റ് പ്രോപ്പർട്ടി കാണും, ആ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിന് ഒരു പ്രത്യേകത കാണും അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി കാണും. അതിന് നമ്മളിവിടെ പി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സച്ച് ദാറ്റ് ഓൺലി ദോസ് ഒബ്ജക്ട്സ് ബിലോങ് ടു ദ സെറ്റ് വിച്ച് സാറ്റിസ്ഫൈ ദ പ്രോപ്പർട്ടി പി. ആ ഗ്രൂപ്പിലുള്ള ഓരോ ഒബ്ജക്ട്സും ഈ പ്രോപ്പർട്ടി പി എന്ന് പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നവയായിരിക്കും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എ പാക്ക് ഓഫ് 52 കാർഡ്സ്, എ ടീം ഓഫ് ഹോക്കി പ്ലേയേഴ്സ്, സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ദ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. ഇതെല്ലാം സെറ്റിന് എക്സാമ്പിൾസ് ആണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ്, അല്ലെങ്കിൽ മറ്റു രണ്ട് പേരുകളാണ് മെത്തേഡ് ഓഫ് ഡിനോട്ടിങ് എ സെറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ ഓഫ് എ സെറ്റ്. ഒരു സെറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, അതെങ്ങനെ നമ്മൾ എഴുതും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് റോസ്റ്റർ മെത്തേഡ്. റോസ്റ്റർ മെത്തേഡിൻ്റെ മറ്റു രണ്ട് പേരുകളാണ് ടാബുലാർ ഫോം അല്ലെങ്കിൽ എന്യൂമറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് ദ എലമെൻറ്റ്സ് ഓഫ് സെറ്റ് ആർ റിട്ടൺ ഇൻ ഫ്ലവേർഡ് ബ്രാക്കറ്റ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ എലമെൻസിനെ ഫ്ലവേർഡ് ബ്രാക്കറ്റിനകത്തായിട്ടായിരിക്കും എഴുതുന്നത്. താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അതാണ് ഫ്ലവേർഡ് ബ്രാക്കറ്റ്. അതിനകത്താണ് നമ്മൾ ആ എലമെൻസിനെ എഴുതുന്നത്. എ ബി സി ഡി എന്നൊക്കെ പറയുന്നതിന് നമ്മൾ എലമെൻസ് എന്നാണ് വിളിക്കുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് സെറ്റ് ആർ നോൺ ആൻഡ് ഓൾസോ ഫ്യൂ ഇൻ നമ്പേഴ്സ്. ഈ ഒരു മെത്തേഡ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഉള്ള എലമെൻസിനെ എല്ലാം അറിയാം, എലമെൻറ്റ്സ് കുറച്ചേ ഉള്ളൂ, ഫ്യൂ ഇൻ നമ്പേഴ്സാണ്, നമുക്ക് അറിയുകയും ചെയ്യാം എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ ടാബുലാർ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു നമ്മൾ ഫ്ലവേർഡ് ബ്രാക്കറ്റിൻ്റെ അകത്ത് എ ബി സി ഡി എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എഴുതണം. രണ്ടാമത്തെ മെത്തേഡാണ് റൂൾ മെത്തേഡ് അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം. ദ എലമെൻറ്റ്സ് ഓഫ് സെറ്റ് ആർ റിട്ടൺ ഇൻ ഫ്ലവേർഡ് ബ്രാക്കറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ഫ്ലവേർഡ് ബ്രാക്കറ്റിനകത്താണ് നമ്മൾ എലമെൻറ്റ്സിനെ കാണിക്കുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് ഹാവ് സ്പെസിഫിക് പ്രോപ്പർട്ടി പി. ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എലമെൻറ്റ്സിന് പി എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി, പി എന്ന് വെറുതെ ഒരു അക്ഷരം കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ, എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, അതായപ്പം ഹോക്കി പ്ലേയേഴ്സ് ആവാം അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആവാം, അതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ആൻഡ് ഇഫ് എനി ഒബ്ജക്റ്റ് സാറ്റിസ്ഫൈങ് ദ പ്രോപ്പർട്ടി പി ഈസ് ദ എലമെൻറ്റ് ഓഫ് ദ സെറ്റ്. ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു എലമെൻറ്റും ആ സെറ്റിൻ്റെ ഭാഗമായിരിക്കും. ഇഫ് എക്സ് ഈസ് എനി എലമെൻറ്റ് ഓഫ് എ, സെറ്റ് എ ഹാവിങ് ദ പ്രോപ്പർട്ടി പി, ദെൻ എ ഈസ് ഡിനോട്ടഡ് ആസ് എ ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഹാസ് ദ പ്രോപ്പർട്ടി പി. നമ്മൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഹാസ് ദ പ്രോപ്പർട്ടി പി എന്നാണ് അതിനെ വായിക്കുന്നത്. എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഒരു എലമെൻ്റാണ് എക്സ് എന്ന് പറയുന്നത്. ആ എക്സിൻ്റെ പ്രോപ്പർട്ടിയാണ് പി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എയെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു എന്നാണ് താഴെ കാണിച്ചിട്ടുള്ളത്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഹാസ് ദ പ്രോപ്പർട്ടി പി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. തേർഡ് മെത്തേഡാണ് ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസ് മെത്തേഡ്. അതായത് എ സെറ്റ് ക്യാൻ ഓൾസോ ബി ഡിനോട്ടഡ് ബൈ സ്റ്റേറ്റിംഗ് ഇൻ വേർഡ്സ് വാട്ട് ഇറ്റ്സ് എലമെൻറ്റ്സ് ആർ. ഒരു സെറ്റിന് നമുക്ക് വേർഡ്സിലൂടെയും ഡിനോട്ട് ചെയ്യാൻ പറ്റും. നേരത്തേക്ക് നമ്മൾ നമ്പേഴ്സിലൂടെയാണ് ഡിനോട്ട് ചെയ്തത്. ഇനി വേർഡ്സ്, വാക്കുകളിലൂടെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാനായിട്ട്, അതായത് പറയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എഴുതാനായിട്ട് സാധിക്കും. അതിന് എക്സാമ്പിൾ നോക്കിക്കോ. എ ഈസ് എ സെറ്റ് ഓഫ് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ എഴുതിയിരിക്കുകയാണ്. എ എന്ന് പറയുന്നത് ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റാണ്. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത് പഠിച്ച മെത്തേഡിൽ പറയുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും? എ ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. അതായത് സെറ്റ് ബിൽഡർ ഫോമാണ് നമ്മൾ രണ്ടാമത് പഠിച്ച ഫോം. ഇനി ആദ്യത്തെ ടാബുലാർ മെത്തേഡിലാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? എ ഈസ് ഈക്വൽ ടു 1 2 3 4 5. ഒരു എക്സാമ്പിൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേതെന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. എ ഈസ് എ സെറ്റ് ഓഫ് ഫസ്റ്റ് 5. ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റാണ് എ എന്ന് പറയുന്നത്. രണ്ടാമത്തേൽ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6-നേക്കാളും താഴെ, അതായത് ആദ്യത്തെ 5 വരാവും, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അടുത്തത് ടാബുലാർ ഫോമിലാവുമ്പോഴത്തേക്കും എ ഈസ് ഈക്വൽ ടു ഫ്ലവേർഡ് ബ്രാക്കറ്റിനകത്ത് 1 2 3 4 5 ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം ഇത് 3 മെത്തേഡ്സ് ഉണ്ട്. ഈ 3ആണ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, 3 തരത്തിൽ നമുക്ക് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പം എല്ലാവർക്കും താങ്ക് യു.